അങ്കിള് മരിക്കുന്നത് വരെ വെറുപ്പ് കാണിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഇപ്പൊ കണ്ണീരും കരച്ചിലും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. സ്വത്ത് കിട്ടിയാൽ ആർക്കെങ്കിലും കൈക്കോടോ? ആട്ടെ, തമ്പിയുടെ സ്വത്തുക്കളുടെയൊക്കെ പ്രമാണം എവിടെയാണ്? ആ, അതും കൊണ്ടാ അങ്കിള് കൽപ്പനയെ കാണാൻ പോയത്. ഓഹോ, പക്ഷേ തമ്പി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് അത് കൈവശപ്പെടുത്തിയവർക്ക് ഒന്നും നേടാനില്ല. എന്നു മാത്രമല്ല, വലിയ റിസ്ക്കുമാണ്. ഒറിജിനൽ പ്രമാണം കൈവശം വച്ചിരിക്കുന്നവരാരാണോ അവരാണ് തമ്പിയെ കൊന്നതെന്ന് വരും. അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തമ്പിയെ കൊന്നവർ തയ്യാറാകുമോ? ആ, അത് ശരിയാ. അപ്പൊ ആ പ്രമാണങ്ങൾ വെച്ച് അങ്കിളുടെ സ്വത്ത് വേറെ ആർക്കും അടിച്ചു മാറ്റാൻ പറ്റത്തില്ല അല്ലേ? ഒരിക്കലുമില്ല. എന്ന് മാത്രമല്ല, നരേന്ദ്രൻ തമ്പി ബന്ദിപ്പൂര് പോയപ്പോ ഒറിജിനൽ പ്രമാണങ്ങൾ കൊണ്ടുപോയിരിക്കാൻ സാധ്യത കുറവാണ്. അയാൾ ആളൊരു ബുദ്ധിമാനായിരുന്നല്ലോ. പ്രമാണങ്ങൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് ഞാൻ ഏറ്റു. വീട്ടിലോ ഓഫീസിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിയെടുക്കാം. അതുമാത്രമല്ല, വിൽപത്രം എഴുതിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. വിൽപത്രം ഇല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാൻ വക്കീലിന് പറ്റൂ? അതായത് നരേന്ദ്രൻ തമ്പിയുടെ സ്വത്ത് മുഴുവൻ സഹോദരിക്കും സഹോദരിയുടെ മക്കൾക്കുമായി എഴുതി വെച്ചൊരു വിൽപത്രം അല്ലേ? അത് തന്നെ. വിൽപത്രം തയ്യാറാക്കുന്ന വക്കീലിനെങ്കിലും ഒരു വീതം മാറ്റിവെച്ചൂടെ? തീർച്ചയായും ന്യായമായിട്ടൊരു വിഹിതം വക്കീലിനും കിട്ടിയിരിക്കും. ശരി ശരി, എങ്കിൽ നമുക്ക് നോക്കാം. എന്നാ പിന്നെ നമുക്ക് ഈ കരാർ അങ്ങ് ഉറപ്പിക്കാം. ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. അത് ഞാൻ ഏറ്റു. നീ ആ അലമാരി മേശ വലിപ്പൊക്കെ ഒന്ന് ചെക്ക്. അങ്ങോട്ട് മാറി നിൽക്കടി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളോടാ ചോദിച്ചത്. എന്താ അതിക്രമോ ഇത്? അയ്യോ, ഒരതിക്രമവും കാണിക്കുന്നില്ലേ. അങ്കിള് പ്രമാണങ്ങളെല്ലാം എടുത്തോണ്ട് പോയോ അതോ ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ടുണ്ടോന്ന് നോക്കുമായിരുന്നു. ഒരു സാമാന്യ മര്യാദയില്ലേ? ഒന്ന് മുട്ടി പിടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഒരു വാക്ക് ചോദിച്ചിട്ട്. അതിന് പകരം കാട്ടുപോത്ത് വരുന്ന പോലെ ഇടിച്ചു കയറി വരികയാണോ വേണ്ടത്? ഇങ്ങനൊക്കെ ചെയ്യാണോ വേണ്ടത്? ഓ, ഇനി ചോദ്യം പറച്ചിലൊന്നും ഇല്ല. അങ്കിള് പോയില്ലേ, ഇനി ആരെയാടി ഞങ്ങൾക്ക് പേടിക്കാനുള്ളത്? രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന ബെഡ്റൂമായത്. ഇങ്ങോട്ട് മാറി ചേട്ടാ. ഈ ബെഡ്റൂമൊക്കെ എന്നടി ഉണ്ടായത്? പാലപ്പടിക്കലെ അടുക്കള വാതിൽക്കൽ വെറും നിലത്ത് ചുരുണ്ടൂടി കിടന്നവളല്ലേ നീ? ബെഡ്റൂം പോലും. ഇനി നിനക്ക് പലതിനും ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ടി വരും.
മാളികപ്പുറത്തിരിക്കുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് കേട്ടിട്ടില്ലേ? നിന്റെ രാജയോഗം കഴിഞ്ഞു മോളെ. ഇത്തിരിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഉണ്ടായിരുന്ന അത്രയും കാലം നീ അങ്ങ് അറമാദിച്ചില്ലേ? തീർന്നു. ഇനി നിന്റെ കഷ്ടകാലമാ. ഈ മുറി നിന്ന് ഇറങ്ങിപ്പോ. ഇത് ഞങ്ങളുടെ മുറിയാ. നിന്റെ മുറിയോ? ആയിരുന്നു. അത് കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ നീ താമസിക്കണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്കിൾ എവിടെയാ വച്ചിരിക്കുന്നേ? ഈ റൂമിലില്ലാത്ത ലക്ഷണമാണല്ലോ ചേട്ടാ. ഇങ്ങോട്ട് മാറി നിൽക്കണേ. അവളെ തൊട്ടു പോകരുത്. തൊട്ടാൽ തൊട്ടാൽ നീ എന്തിയോടി ചട്ടുകാലി? കൂടുതൽ വിളച്ചിലെടുത്താലുണ്ടല്ലോ നിന്റെ മറ്റേ കാലം കൂടി ചവിട്ടി ഓടിക്കും. പുല്ലേ. ഇനി നീ ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇനി ഇത് ഞങ്ങളുടെ വീടാ. 3 നേരവും വല്ലതും ഞണ്ണിക്കൊണ്ട് ഇവിടെ അനങ്ങാതെ കിടന്നാൽ നിനക്ക് നല്ലത്. അധികാരം അവകാശവും കാണിച്ചാ നിന്നെ ഇവിടുന്ന് പറപ്പിക്കും വന്നിടത്തോട്ട് തന്നെ. ഇവിടെയെങ്കിലും ചേട്ടാ, നമുക്ക് അങ്കിളുടെ ഓഫീസ് റൂമിൽ നോക്കാം. മിക്കവാറും അവിടെ കാണാനാണ് സാധ്യത. സാരമില്ല മോളെ. അവരുടെ ഈ അഹങ്കാരം അല്പത്തരവൊന്നും അധിക നാളെ നിലനിൽക്കില്ല. യൂണിയൻകാര് തമ്മിൽ തല്ലുന്നതിനിടയിൽ എന്തിനാ ജെയിംസ് ഊട്ടി ഇടപെടാൻ പോയത്? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? എടി, ഏത് യൂണിയനിൽ പെട്ടവരായാലും ടാക്സി ഡ്രൈവർമാരെല്ലാം എനിക്ക് സഹോദരങ്ങളെ പോലെ. എന്നെ പോലെ തന്നെ വളയം പിടിച്ച് ജീവിക്കുന്നവരല്ലേ അവരും. പിന്നെ ആരെങ്കിലും നെറുകേട് കാണിച്ചാൽ നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കി ഒരുത്തിനെ പിടിച്ച് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം സോൾവായി. ഈ കൊട്ടേഷൻകാരൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്തോ. എനിക്ക് ഈ പ്രോട്ടോകോളൊന്നും വലിയ പിടിയില്ല. ഡാ, നീ ഷോ കാണിക്കുന്നതൊക്കെ ടാക്സി സ്റ്റാൻഡിൽ മതി, എൻ്റെ അടുത്ത് വേണ്ട. സൂക്ഷിച്ചോ നീ. സൂക്ഷിക്കേണ്ടത് നീയാ ഹരീഷ്. കാരണം ഇല്ലീഗലായ ഒരുപാട് ഏർപ്പാടുകളുള്ളത് നിനക്കാ. ഹരിക്കുട്ടാ, നിനക്ക് ചായ വേണോ? വേണ്ടമ്മേ, ചായ കിട്ടിയ ഇവൻ്റെ ഒപ്പം ഇരുന്ന് വേണമല്ലോ കുടിക്കാൻ. ശരിയാ, എൻ്റെ ഒപ്പം ഇരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഈയിടെ കണ്ണൂർ പോയിട്ട് എന്തായി ഹരീഷ്? നീ ഒരു സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ. എന്താ അവന്റെ പേര്? യതിയോ യയാദിയോ? ആ, എന്തു ആട്ടെ, അവനെ കണ്ടു കിട്ടിയോ? തിരിച്ചു വന്നോ അവൻ? എന്തൊക്കെയാണ് നീ എന്റെ മോനെ പറ്റി പറയുന്നത്?
കുറെ നാളായാലും നിനക്ക് തുടങ്ങിയിട്ട്. ഇവൻ വട്ടാമേ. ഇവന് പറ്റിയ സ്ഥലം ഭ്രാന്താശുപത്രിയാ. ഹരീഷേ, കാശ് കൊടുത്തൊരുത്തിനെ പണി ഏൽപ്പിക്കുമ്പോൾ അത് നേരാമണ്ണം ചെയ്യാൻ അറിയാവുന്നതിനെ ഏൽപ്പിക്കണ്ടേ? അതുപോട്ടെ, കബനി നദിയിൽ നിന്ന് കിട്ടിയത് നരേന്ദ്രൻ തമ്പിയുടെ ശവം തന്നെയാണോ? അതോ മറ്റു വല്ലവരുടെ ആണോ? അതെങ്കിലും നീ ഉറപ്പ് വരുത്തിയോ? ഇല്ല, അതാന മണ്ടത്തരം. തമ്പിയെ കൊല്ലാൻ എത്ര ലക്ഷമാണ് ഹരീഷിന് കൊടുത്തത്? ഇനി എത്ര കൂടെ കൊടുക്കാനുണ്ട്? ബന്ദിപ്പൂര് പോക്കും വരവും കൊട്ടേഷനും എല്ലാം കൂടി എത്ര ചെലവായി? വല്ല പിടിയുണ്ടോ? ഞാൻ ലക്ഷമോ കോടിയോ കൊടുക്കും. നിന്റെ തറവാട്ട് കൊണ്ടുപോകുന്ന സ്വത്തൊന്നുമല്ലല്ലോ. അമ്മേ, ഇവനോടൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ലോകോത്തര ഫ്രോഡാ. കുത്തിത്തിരിപ്പ് പാരവെപ്പാ മുഖ്യ ജോലി. ഹരീഷേ, ഞാൻ ചുമ്മാ പറഞ്ഞത്. മകൻ പറയുന്നതാണ് ശരി. മകൻ തൂക്കുമരത്തിൽ കയറുന്നത് വരെ നിങ്ങൾ അവൻ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ നീയല്ലേ തൂക്കുമരത്തിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്? പോടാ ചെറ്റ അവിടുന്ന്. നല്ല ബെസ്റ്റ് മകൻ. മക്കളുണ്ടാവുന്നെങ്കിൽ ഇങ്ങനെ വേണം. ഏത് നേരത്തെ അവനെ പ്രസവിച്ചത്? വല്ല ജാതകവും മറ്റും എഴുതി വെച്ചിട്ടുണ്ടോ? ഇവൻ ഉണ്ടായ സമയത്ത് ബുധൻ, ശുക്രൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇതൊക്കെ ഏത് സ്ഥാനത്ത് നിലകൊണ്ടെന്ന് അറിയാനാ? നീ നിന്റെ ജാതകം തിരുത്തിയാ മതി. എന്റെ മോന്റേത് തിരുത്താൻ വരണ്ട. ഇനി അത് തിരുത്താൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ നോക്കിയാലും നടക്കില്ല. ആരുടെ കൈ കൊണ്ടാ ചാവാനോ വിധിയെന്ന് അറിയാമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ചോദ്യമേ ഞാനങ്ങ് തിരിച്ചെടുത്തു. എന്താടാ, പുതിയ വാർത്ത വല്ലതും ഉണ്ടോ? ഓരോ ദിവസവും നമുക്ക് ഓരോ തലവേദന വന്നുകൊണ്ടിരിക്കുകയല്ലേ അങ്ങളെ. എന്താടാ, നീ കാര്യം പറ. മഹിയുടെ കൂടെ ഇവിടെ വന്നു കയറിയ ഒരു ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ, അവനെ കൊണ്ട് വലിയ പ്രശ്നമാങ്ങളെ. എനിക്കറിയാം അവന്റെ സ്വഭാവം. അവന് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. മുകളിൽ ആകാശവും താഴെ ഭൂമിയായിട്ട് നടക്കുന്നവർക്ക് എന്താ മേലാത്തത്? നീ അവനോട് കൊമ്പ് ഓർക്കാൻ പോകണ്ട. പ്രശ്നം തീർന്നല്ലോ. അങ്കിളെ, സംഗതി അതല്ല. നമ്മൾ അവനെ ഒന്ന് സൂക്ഷിക്കണം. നമ്മുടെ പല രഹസ്യങ്ങളും അവൻ എവിടുന്നോ ചോർന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ രഹസ്യങ്ങളോ? അതേന്ന്. നമ്മൾ ബന്ദിപ്പൂര് പോയത് അവൻ അറിഞ്ഞു. ഞാൻ യതിയെ തിരക്കി കണ്ണൂർ പോയ കാര്യം അവൻ അറിഞ്ഞു. എടാ, അത് ചിലപ്പോൾ അവൻ ടാക്സിക്കാരനല്ലേടാ. എവിടെങ്കിലും ഓട്ടം പോയ വഴിക്ക് നമ്മുടെ വണ്ടിയോ നമ്മളെയൊക്കെ കണ്ടു കാണും. അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരായ ഏതെങ്കിലും ഡ്രൈവർമാർ കണ്ടിട്ട് അവനോട് പറഞ്ഞതായിരിക്കാം. അങ്കിളെ, അത് മാത്രമല്ല, അവൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുക, മരിച്ചത് തമ്പി തന്നെയാണോ എന്ന് ഉറപ്പാക്കിയോന്ന്. എങ്കിലതൊരു പ്രശ്നമാണല്ലോ ഹരീഷേ. അവൻ ചില്ലറക്കാരനല്ല. ചിലപ്പോൾ കേരളത്തിലെ കൊട്ടേഷൻ ഗ്യാങ്ങുകളുമായിട്ട് അവൻ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കാം. അവനെ അങ്ങ് തട്ടിയാലോ അങ്കിളെ? ഇങ്ങനെയുള്ളവന്മാരെ വെച്ചോണ്ടിരുന്ന പിന്നീട് അത് നമുക്ക് വലിയ പാരയായിട്ട് തീരും. പോടാ, നിനക്ക് തോന്നുന്നവരൊക്കെ തട്ടുകളയാൻ നീ എന്താ കാലിനാണോ? നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ഇപ്പൊ തന്നെ 2 കൊലപാതകം നമ്മുടെ തലയിലുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇനിയും വേണ്ടാത്ത വയ്യാവലിക്ക് പോയി പോലീസിന്റെ കക്ഷത്തിൽ കൊണ്ട് തലവെക്കണ്ട. നീ അവനെ വാച്ച് ചെയ്താൽ മാത്രം മതി. അവൻ നരേന്ദ്രൻ തമ്പിയുടെ ആളാണോ അങ്ങളെ? അത് നമുക്കറിയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും അന്വേഷിക്കണം. അവന്റെ നാട്, വീട്, തന്തയും തള്ളയുണ്ടോ, അവൻ എന്ത് വിദ്യാഭ്യാസമുണ്ട്, ആരൊക്കെ അവന്റെ കൂട്ടുകാര്, ഇങ്ങനെ കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിയണം. അത് ഞാൻ അന്വേഷിക്കാം അങ്ങളെ. കഴിയുന്നത്ര പെട്ടെന്ന് വേണം. അവൻ ആരാണെന്നറിഞ്ഞാലേ അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ.
ശരി അങ്കിളെ, അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം. കേട്ടോ വിജിതേ, ഈ പൊട്ടിപ്പെണ്ണിന് വിശക്കുന്നു. അതിനകത്തൊന്നുമില്ല. അതിനിവിടെ ഒന്നുമില്ലല്ലോ. നിനക്ക് നിന്റെ ചെറിയമ്മയ്ക്കും കണ്ണീര് കുടിച്ച് ജീവിക്കാൻ അറിയാലോ, പിന്നെ എന്തുവാ കുഴപ്പം? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രണ്ടുപേരും അങ്ങനെയല്ലേ ജീവിച്ചത്. ഇനിയും അങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടിയാ മതി. നീ ചെന്ന് ആരോട് വേണമെങ്കിലും പരാതി പറയൂ. ഞങ്ങളെ മൂക്കിന് വലിച്ചു കേട്ടുന്നൊന്ന് കാണട്ടെ. ഞങ്ങൾക്കെതിരെ വാളെടുക്കാൻ പറ്റുന്ന ആരും ഇനി ഈ വീട്ടിലില്ല. ഇനി വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. കേട്ടോടി പൊട്ടിപ്പെണ്ണ്. മറ്റവളോട് ചെന്ന് പരാതി പറയാൻ പോയിരിക്കുക. എന്നാ പറയാൻ പറ്റൂ? അതുമില്ല. ചെന്നിട്ട് ഒന്നും കഴിച്ചില്ലേ? അതെന്താ? അവര് നിനക്കൊന്നും തന്നില്ലേ? നിനക്ക് കഴിക്കാൻ ഈ വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നോ? വാ. ചേച്ചി, ചേച്ചി, മോള് വന്ന് ചോദിച്ചിട്ടെന്താ ആഹാരം കൊടുക്കാതിരുന്നത്? അയ്യോടി, ഒരു മോള് കെട്ടിക്കാനുള്ള പ്രായമായി. ഇള്ളക്കുട്ടിയെ എടുത്ത് മടിയിലോട്ടങ്ങ് വെച്ചാട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ഇവൾക്ക് ഭക്ഷണം കൊടുക്കാത്ത എന്താന്ന്? അതെ, ഇവിടെ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല. നിങ്ങളും ഒന്നും കഴിച്ചില്ലേ? ഞങ്ങള് കഴിച്ചു. ഞങ്ങൾക്ക് എന്താന്ന് അറിഞ്ഞൂടാ. വിശന്നിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നിങ്ങൾ എവിടുന്നാ കഴിച്ചത്? പൊറോട്ടയും ചിക്കൻ കറിയും ജേട്ടനെ ഹോട്ടലിൽ നിന്ന് പാഴ്സല് വാങ്ങിക്കൊണ്ട് തന്നതാ. ഞങ്ങളും ഹോട്ടലിലെ ഭക്ഷണം കഴിക്കും. കഴിക്കൊന്നുമില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞതാ ചേട്ടനോട് നിങ്ങൾക്കും കൂടി ഫുഡ് വാങ്ങിത്തരാൻ. അന്നേരം ചേട്ടൻ പറയുവാ പോയി പണി നോക്കാൻ. പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല. ചേട്ടന് ദേഷ്യം വരും. ദേഷ്യം വന്നാ അയ്യോ പിന്നെ എനിക്ക് പേടിയാ.
ഇത്രയും നാളും ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഹോട്ടലിൽ നിന്ന്? അയ്യോ, ഞങ്ങൾ ആ പണി അങ്ങ് നിർത്തി. മെനക്കേടാണെന്നേ. അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമുണ്ടോ? ആരെ കൊണ്ട് പറ്റും? ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ബാക്കി. ഞങ്ങൾക്ക് വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വെച്ച് വിളമ്പി കഴിച്ചോ, ഞങ്ങൾ അടുക്കളയിൽ നിന്ന് മാറി തന്നേക്കാം. അപ്പോ ഇത് ഞങ്ങൾക്കെതിരെയുള്ള സമരമുറയാണല്ലേ? നീ പിന്നെ എന്താടി വിചാരിച്ചത്? ഞങ്ങൾ നിന്റെ ബാല്യക്കാരാണെന്നോ? നീ ഇവിടെ വരുന്നതിന് മുൻപ് പാലപ്പടിക്കലെ അടുക്കള വേലക്കാരിയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഹട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയപ്പോ അങ്ങ് സുഖിച്ചു പോയി അല്ലടി? നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞങ്ങള് പഞ്ചപുച്ച മടക്കി നിന്നത് ഇത്രയും നാളും. നിന്റെ ചത്തുപോയ കെട്ടിയോൻ നരേന്ദ്രൻ തമ്പിയെ പേടിച്ചിട്ടും അല്ല. അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. ഇനി അയാൾക്ക് വല്ല വരവും കിട്ടണം, മാവേലിക്ക് കിട്ടിയ പോലെ. പാതാളത്തിന്ന് ആണ്ടിലൊരിക്കൽ വന്ന് ഭാര്യയും മകളെയും കാണാൻ. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാ. നീ പോയി നിന്റെ പണി നോക്ക്. എനിക്ക് നിങ്ങൾ ഒന്നും തരണ്ട. മിണ്ടാൻ വയ്യാത്ത ഈ കുട്ടിക്ക് ഇത്തിരി ഭക്ഷണം കൊടുത്തൂടെ?